ഭാരതത്തിന്റെ വനപർവത്തിന്റെ 168 കാണ്ഡത്തിന്റെ 6 മണ്ഡലത്തിന്റെ 7ാമത്തെ സൂക്തത്തിൽ പറയുന്നത് എന്താണെന്നറിയുന്നത്? ആയിരക്കണക്കിന് മനോഹരമായ സ്വർണ്ണ നിറമുള്ള അപ്സരസ്സുകൾ അവരെ മാടി വിളിക്കുന്നതാണ്. ഏഷ്യാനെറ്റ് ഇന്ന് ചർച്ച ചെയ്തതിന്റെ പേരാണ് ഹൂറികൾ. സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആയിരക്കണക്കിന് അപ്സരസ്സുകൾ. മഹാഭാരതത്തിന്റെ തന്നെ 13ാം അധ്യായത്തിന്റെ 79ാം കാണ്ഡത്തിന്റെ 27ാമത്തെ ശ്ലോകത്തിൽ ആയിരക്കണക്കിന് സുന്ദരമായ നിതംബങ്ങളുള്ള സ്ത്രീകൾ അവരെ കാത്തിരിക്കുന്നു എന്നാണ്. ഹൂറികൾ. കൂടുതൽ ഇനിയും എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും. വെറും മഹാഭാരതം മാത്രമല്ല, അഥർവവേദത്തിന്റെ 4ാം അധ്യായം 34ാം കാണ്ഡം 2ാമത്തെ മണ്ഡലം കൃത്യമായി പറയുന്നത് സ്വർഗത്തിൽ അവൻ സ്ത്രീകളുമായി സഹവാസം ആസ്വദിക്കുന്നു എന്നാണ്. മരണപ്പെട്ടവർക്കാണ് ഈ പറയുന്നത്, യുദ്ധത്തിൽ മരണപ്പെട്ടവർക്ക്. ഇനിയും അவ்விധം കുറെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊരു മതതാരതമ്യ വേദിയൊന്നുമല്ല, ഒരു വിമർശന പ്രസംഗം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കാൻ ഒരു ബന്ധവുമില്ലാത്ത വിധം, യാതൊരു ബന്ധവുമില്ലാത്ത ഹൂറികളെയും മദ്യപ്പുഴകളെയും ഇന്ന് പോലും ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ ചർച്ച ചെയ്യുമ്പോ കണ്ണാടി ഒന്ന് മുഖത്തിന് നേരെ പിടിക്കണം എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. കണ്ണാടി ഒന്ന് സ്വന്തം മുഖത്തിന്റെ നേരെ പിടിക്കണം എന്ന് പറയാൻ അവകാശമുണ്ട്. ആയിരക്കണക്കിന് വലിയ സൗന്ദര്യമുള്ള നിതംബങ്ങളുള്ള അപ്സരസ്സുകളാകുന്ന ഹൂറികൾ ഇവരെ കാത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എന്നെ കല്യാണം കഴിക്കൂ എന്നാണ് മഹാഭാരതം 12ാം അധ്യായത്തിൽ പറയണത്. ആയിരക്കണക്കിന് പെണ്ണുകൾ വന്ന് തിരക്കൂട്ടിയിട്ട് പറയത്രേ, ഇവര് സ്വർഗത്തിലെത്തുമ്പോ എന്നെ കല്യാണം കഴിക്കുക, എന്റെ ഭർത്താവാകുന്നു. ഇത് മറച്ചു വെച്ചിട്ട് ആരും തന്നെ നല്ല പിള്ള ചമയരുത്. AP ഉസ്താദ് എന്ന് പറയുന്ന ലോകം മാനിക്കുന്ന മഹാപണ്ഡിതൻ പരിശുദ്ധ ദീനിന്റെ ഒരു ഹുക്കുമ് പറഞ്ഞതിന് പിറകെ കൂടി ഭത്സിക്കാനാണ് ശ്രമമെങ്കിൽ കുറച്ച് ശ്ലോകമൊക്കെ എല്ലാവരും ചെല്ലേണ്ടി വരുമെന്ന് ഈ വിശുദ്ധമായ സദസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടത്.